നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് കുട്ടികൾക്ക് വേണ്ടിയാണെന്ന ശിവൻകുട്ടിയുടെ വാദം ശരിയാണെന്നും ആ കുട്ടികൾ പിണറായിയുടെ മക്കളാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. CPM നിറത്തിൽ പോലും വർഗീയത കാണുന്നവർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അധികാര കേന്ദ്രീകരണത്തിന്റെ പാതയിലാണെന്നും KM ഷാജി. കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭ പാലക്കാടാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഇടതു വലതു മുന്നണികളുടെ ലക്ഷ്യം ഭരണം മാത്രം. ഇവർക്ക് ഭരണമെന്നാൽ അഴിമതിയുടെ പാലമാണെന്നും രാജീവ് ചന്ദ്രശേഖർ. കവളപ്പാറയിൽ അനധികൃത വിദേശ മദ്യം വിൽപ്പനയ്ക്കിടെ മധ്യവയസ്കൻ എക്സൈസിന്റെ പിടിയിൽ. 2 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് കുട്ടികൾക്ക് വേണ്ടിയാണെന്ന ശിവൻകുട്ടിയുടെ വാദം ശരിയാണെന്നും ആ കുട്ടികൾ പിണറായി വിജയന്റെ മക്കളാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. പുതുനഗരം പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു KM ഷാജി. വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഭാവിയെ കണ്ടല്ല മുഖ്യമന്ത്രിയുടെ മക്കളുടെ ഭാവിയോർത്താണ് PM ശ്രീയിൽ ഒപ്പുവെച്ചത്. കേന്ദ്ര പദ്ധതികൾ അതേപടി കേരളത്തിൽ നടപ്പാക്കുന്നതിന് പിന്നിലും അന്തർധാരയുണ്ട്. തമിഴ്നാട്ടിൽ തിരുട്ട് ഗ്രാമം എന്ന് പറയുന്ന പോലെ കേരളത്തിൽ തിരുട്ട് ഫാമിലിയുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ഫാമിലിയാണ്. എല്ലാവരും അവരവർക്കാവും വിധം കക്കുകയാണ്. സ്വർണം കണ്ടാൽ മൂപ്പർക്ക് വീക്ക്നെസ് ആണെന്നും സകല കള്ളന്മാരും കയറിയ കപ്പലിലെ പെരുങ്കള്ളനായ കപ്പിത്താനാണ് മുഖ്യമന്ത്രിയെന്നും KM ഷാജി ആക്ഷേപിച്ചു. രാജ്യത്ത് ആദ്യം വോട്ട് ചോരി നടത്തിയ പാർട്ടിയാണ് കേരളത്തിലെ CPM. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജാഗ്രത വേണമെന്നും KM ഷാജി പറഞ്ഞു. ഇടം കയ്യനും വലം കയ്യനുമായിട്ടുള്ള നിങ്ങളുടെ നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ശിവശങ്കരൻ ജയിലിലായി. വാസുവിനെ കൊണ്ടുപോയി, പത്മകുമാറിനെ കൊണ്ടുപോയി, എല്ലാരെയും കൊണ്ടുപോകും. പിണറായി വിജയ തീരൂല. മനസ്സിലായിക്കോ. നിങ്ങള് ഒരു കാര്യം ഉറപ്പിച്ചു, ജനങ്ങൾ പ്രബുദ്ധരാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ പുതുനഗരത്തിലെ മനുഷ്യരുടെ സ്വാഭാവികമായ അധികാരം അവന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കുക മാത്രമല്ല, കട്ടുകൊണ്ടുപോയവനെ പിടിച്ച് കക്കിച്ചിട്ടേ ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നിൽക്കുള്ളൂ. മനസ്സിലായിക്കോ. നിങ്ങൾ ആചാരി പണികൾ ചെയ്ത് കട്ടത് അയ്യപ്പന്റെ മുതലാണ്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് SA റഷീദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി PA സലാം മാസ്റ്റർ, KTA ജബ്ബാർ, മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ പുതുനഗരം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭ പാലക്കാടാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഭരണം പിടിക്കൽ മാത്രം ലക്ഷ്യമിടുന്ന ഇടതു വലത് മുന്നണികൾക്ക് പഞ്ചായത്ത് ഭരണം പോലും അഴിമതിയിലേക്കുള്ള പാലമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വികസിത പാലക്കാട് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരിക്കൽ കൂടി ഭരണമേൽപ്പിച്ചാൽ ആദ്യത്തെ 45 ദിവസത്തിനകം നഗരഭരണത്തിന്റെ ബ്ലൂ പ്രിന്റ് പുറത്തിറക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കണക്കുകൾ ഓരോ വർഷവും ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കും. മുനിസിപ്പാലിറ്റി സർവീസുകൾ ഡിജിറ്റലാക്കും. ഭരണം വീട്ടുപടിക്കലെത്തുമെന്നും വേണ്ട കാര്യങ്ങൾ അപ്ലോഡ് ചെയ്താൽ മുനിസിപ്പാലിറ്റി ജീവനക്കാർ വീട്ടിലെത്തി ചെയ്തു തരുന്ന സാഹചര്യമുണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. ഭരണം പിടിക്കൽ മാത്രമാണ് ഇടതു വലത് മുന്നണികളുടെ ലക്ഷ്യം. ഡിജിറ്റൽ പബ്ലിക് സർവീസസ്, മുനിസിപ്പാലിറ്റിൻ്റെ ഓഫീസ്, വീട്ടുപടിക്കൽ ഭരണം. മുനിസിപ്പാലിറ്റി ഓഫീസ് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. CSCയിൽ പോവുക, അല്ലെങ്കിൽ ഒരു ആപ്പ് വഴി എന്താണ് ആവശ്യം അപ്ലോഡ് ചെയ്യുക, വീട്ടിൽ വന്ന് മുനിസിപ്പാലിറ്റി ആ സർവീസ് തരും. അപ്പോൾ വീട്ടുപടിക്കൽ ഭരണം. മൂന്നാമത്തത് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറഞ്ഞ പോലെ ഒരു ഒറ്റ മുനിസിപ്പാലിറ്റി, 2 മുനിസിപ്പാലിറ്റീസാണ് നാട്ടിൽ അഴിമതി രഹിത ഭരണം തരുന്നത്. BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, BJP കൗൺസിലർമാർ, ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിറങ്ങളിൽ പോലും വർഗീയത കാണുന്നവരാണ് CPMകാരെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അധികാര കേന്ദ്രീകരണത്തിന്റെ പാതയിലാണെന്നും അധികാരം കവർന്ന് പഞ്ചായത്തുകളെ നോക്കുകുത്തികളാക്കി മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ണൂരിൽ UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KM ഷാജി. ഇത് ഗൗരവത്തോടെ കാണുന്ന എന്താണ്, ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ മറ്റു രാഷ്ട്രീയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പൗരസമൂഹത്തോട് നമുക്കൊരു ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരക്കാൻ കഴിയൂ. നമ്മൾ ഈ രാജ്യം ഉണ്ടെങ്കിലല്ലേ, ഈ രാജ്യത്ത് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിലല്ലേ ഈ പൊതുയോഗത്തിന്റെ സാങ്കത്യമുള്ളൂ, ഈ പഞ്ചായത്തിന്റെ സാങ്കത്യമുള്ളൂ.
ഈ വർത്തമാനങ്ങളുടെ സാങ്കത്യമുള്ളൂ. അതുകൊണ്ട് ഗൗരവത്തോടെ ആർക്ക് വോട്ട് ചെയ്യണം എന്നതിനേക്കാൾ പ്രധാനമായി പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തേണ്ടത് നിങ്ങളുടെ വീട്ടിലെ കൊച്ചുമക്കൾ മുതൽ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും വരെയുള്ളവരുടെ ബാധ്യതയാണെന്ന് ഞാൻ നിങ്ങളോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് മണ്ണൂരിൽ UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചത്. UDF ചെയർമാൻ PA സക്കറിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തലുമുണ്ടായി. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം സെക്രട്ടറി അസ്ഫർ ഫർലി, ശ്രുതി S നായർ, VM അൻവർ സാദിഖ്, PK അശ്വജിത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മണ്ണൂരിൽ CPI തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംവിധാനത്തെ ഒരു പോറല് പോലും നിൽക്കാതെ അതോടൊപ്പം തന്നെ ഇടതുപക്ഷം എന്നുള്ള നിലയ്ക്ക് കേരളത്തിലും പാലക്കാട് ജില്ലയിലും ഏറെ ഒരുമിച്ച് കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒരുമിച്ചാണ്, വളരെ ഐക്യത്തോടു കൂടിയാണ് മറ്റെല്ലാ പഞ്ചായത്തുകളിലും മറ്റെല്ലാ മണ്ഡലത്തിലും ഒരുമിച്ച് പോകുന്നത്. ആ കൂട്ടായ പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് ആ പ്രവർത്തനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ പഞ്ചായത്തിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിന് തെരഞ്ഞെടുപ്പ് നേരിടണം എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. കൺവെൻഷനിൽ M ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. AR മോഹൻദാസ്, മണ്ഡലം സെക്രട്ടറി KV ബാബു, K ചിഞ്ചു, കാവ്യ, സലീന, TK വിജയകുമാർ, P ഷീജ എന്നിവർക്ക് പുറമെ ലോക്കൽ സെക്രട്ടറി N തങ്കപ്പൻ, P ബാബു എന്നിവർ സംസാരിച്ചു. CPI CPM തർക്കമുള്ള മണ്ണൂരിൽ 5 വാർഡുകളിൽ CPI CPM നേർക്കുനേർ ഏറ്റുമുട്ടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. 2 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ ഷൊർണൂർ കവളപ്പാറ സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. കവളപ്പാറ ചോലയിൽ വീട്ടിൽ 57-കാരനായ നാരായണൻകുട്ടിയെയാണ് പട്ടാമ്പി എക്സൈസ് റേഞ്ച് വിഭാഗം അറസ്റ്റ് ചെയ്തത്. ഷൊർണൂർ കവളപ്പാറ പ്രദേശത്ത് പാതയോരത്ത് ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തി വരികയായിരുന്ന കവളപ്പാറ ചോലയിൽ വീട്ടിൽ 57-കാരനായ നാരായണൻകുട്ടിയെയാണ് എക്സൈസ് പിടികൂടിയത്. 1200 രൂപ വില വരുന്ന 2 ലിറ്റർ വിദേശമദ്യമാണ് ഇയാളിൽ നിന്നും പിടികൂടിയത്. പട്ടാമ്പി എക്സൈസ് റേഞ്ചിലെ ഇൻസ്പെക്ടർ H വിനു, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സൽമാൻ റസാലി, PK മണികണ്ഠൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ C ആരതി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ നന്ദു, അനൂപരാജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിയെ പിടികൂടിയത്. പ്രതിയെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ലക്കിടിയിൽ ബൈക്കും സ്കൂട്ടിയും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രക്കാരൻ മരണപ്പെട്ടു. ലക്കിടിയിൽ താമസിക്കുന്ന തരൂർ പഴമ്പലക്കോട് മൊയ്യത്തുൽ പറമ്പ് വീട്ടിൽ 49-കാരനായ മൊയ്തീൻകുട്ടിയാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് ലക്കിടി ലാഡർ തിയേറ്ററിന് സമീപത്തായിരുന്നു അപകടം. പരിക്കേറ്റ മൊയ്തീൻകുട്ടി പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണപ്പെട്ടത്. പിതാവ് അസ്നാർ, മാതാവ് ആമിന, ഭാര്യ ഷാജിദ, മക്കൾ റംസീന, റിയ, ഫാത്തിമ. സംസ്ഥാന 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമായി മുള്ളൂർക്കര റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുള്ളൂർക്കര റേഞ്ച് റിലീഫ് കമ്മിറ്റി ചെയർമാൻ AK ഇസ്മായിൽ അൽ ഹസനി ഉദ്ഘാടനം ചെയ്തു. സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് മുള്ളൂർക്കര റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മുള്ളൂർക്കരയിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കാഞ്ഞിരശ്ശേരി അൽ മദ്രസത്തുൽ ബദ്രിയയിൽ വെച്ച് നടന്ന യോഗത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മുഫത്തിഷ് അബ്ദുറഹ്മാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു. PY അബ്ദുൽ ഹക്കീം ബാക്കഫി മുഖ്യപ്രഭാഷണം നടത്തി. A അഷഫ് ദാരിമി, A അബ്ദുൽ സലാം അൻവരി, TA ഷക്കീർ ബാക്കഫി, CP മുസ്തഫ മുസ്ലിയാർ, അജ്മൽ ബാക്കഫി, KA ഹംസക്കുട്ടി മലവി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ഷൊർണൂർ SN കോളേജിൽ ലോക എയ്ഡ്സ് ദിനം വിവിധ പരിപാടികളോടുകൂടി ആചരിച്ചു. ബോധവൽക്കരണ റാലി, പ്രതിജ്ഞ, ബോധവൽക്കരണ ക്ലാസ് എന്നിവയാണ് സംഘടിപ്പിച്ചത്. ഷൊർണൂർ SN കോളേജിലെ NSS യൂണിറ്റ്, റെഡ് റിബൺ ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് എയ്ഡ്സ് ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചത്. പ്രതിജ്ഞ, ബോധവൽക്കരണ ക്ലാസ് എന്നിവയും സംഘടിപ്പിച്ചു. പ്രിൻസിപ്പാൾ ഇൻചാർജ് ഡോക്ടർ P രജനി ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ മിഥുൻ, AT ശ്രീമതി, C ഗിരിജ, T മോഹൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. മാങ്കുർശി ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. നിരവധി ഭക്തർ പങ്കെടുത്തു. കൂനമ്പിള്ളി രാം നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ.
യജ്ഞത്തിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നത്. താലവും വാദ്യമേളങ്ങളുമായി നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കാളികളായി. തുടർന്ന് രുക്മിണി സ്വയംവരവും പ്രഭാഷണവും ഉണ്ടായി. കൂനമ്പള്ളി രാംനമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. നമ്മൾ ഈ പുരുഷന്റെ ഇടതുഭാഗത്ത് സ്ത്രീ ഇരിക്കുക എന്നുള്ള സങ്കല്പമുണ്ട്. അതേപോലെ വാമഭാഗം എന്ന് പറയുന്നതിന് വലതുഭാഗം എന്ന് ശ്രേഷ്ഠഭാഗം എന്ന് പറഞ്ഞിട്ടൊരർത്ഥം വേറെയുണ്ട്. അതിൻ്റെ ഒക്കെ അപ്പുറത്ത് സ്ത്രീയുടെ ഇടതുഭാഗവും പുരുഷന്റെ വലതുഭാഗവുമാണ് നല്ലത്. അത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് വെക്കണ ഭാഗം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയും ചെയ്യാറുണ്ട്. ഈ വിവാഹങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പലതിനും പല രീതിയിലാണ് നടത്തുക. ഇപ്പോൾ പലപ്പോഴും സ്ത്രീ വലതുഭാഗത്തായിരിക്കുക പുരുഷൻ. യജ്ഞത്തിൻ്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടക്കുന്നുണ്ട്. ഡിസംബർ 3 രാവിലെ അവഭൃത സ്നാനം, ക്ഷേത്രപ്രദക്ഷിണം, യജ്ഞസമർപ്പണം, മംഗളാരതി എന്നിവയോടുകൂടി യജ്ഞം സമാപിക്കും. ദിവസവും അന്നദാനവും ഉണ്ട്. ഡിസംബർ 4 കാർത്തിക വിളക്ക് മഹോത്സവവും വിവിധ പരിപാടികളോടുകൂടി നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് കുട്ടികൾക്ക് വേണ്ടിയാണെന്ന ശിവൻകുട്ടിയുടെ വാദം ശരിയാണെന്നും ആ കുട്ടികൾ പിണറായിയുടെ മക്കളാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. CPM നിറത്തിൽ പോലും വർഗീയത കാണുന്നവർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അധികാര കേന്ദ്രീകരണത്തിന്റെ പാതയിലാണെന്നും KM ഷാജി. കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭ പാലക്കാടാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഇടതു വലതു മുന്നണികളുടെ ലക്ഷ്യം ഭരണം മാത്രം. ഇവർക്ക് ഭരണമെന്നാൽ അഴിമതിയുടെ പാലമാണെന്നും രാജീവ് ചന്ദ്രശേഖർ. കവളപ്പാറയിൽ അനധികൃത വിദേശമദ്യം വിൽപ്പനയ്ക്കിടെ മധ്യവയസ്കൻ എക്സൈസിന്റെ പിടിയിൽ. 2 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം പിടിച്ചെടുത്തു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.